തുടക്കക്കാരിയായതുകൊണ്ട് തന്നെ ഞാനിടുന്ന പല വീഡിയോസിനും അത്ര പെർഫെക്ഷൻ ഉണ്ടാവാറില്ല. അതുപോലെ പെർഫെക്റ്റ് അല്ലാത്തൊരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇതിൽ കുറേ മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കടലമാവാണ് എടുത്തേക്കുന്നത്. ബജി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് കടലമാവ് തന്നെയാണ്. അപ്പോൾ കടലമാവ് ഞാനൊരു ബൗളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് സോഡാപ്പൊടി, വളരെ പിഞ്ച് സോഡാപ്പൊടി ഇടുന്നുള്ളൂ. ഒത്തിരി ആയാലും നമുക്കത് ഡിഷിനെ ബാധിക്കും. അപ്പോൾ കുറച്ച് സോഡാപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഗരം മസാലയാണ് ഇടുന്നത്. അത് കഴിഞ്ഞ് ഞാനിതിലേക്ക് കുറച്ച് കായപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. കായപ്പൊടിയുടെ അളവ് കൂടാണ്ട് ശ്രദ്ധിക്കുക, കൂടിയാൽ കഴിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതിനുശേഷം ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മതിയാവും. ഞാൻ ആദ്യം മസാല മാവുമായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം വെള്ളവുമായിട്ട് മിക്സ് ചെയ്താൽ മതി. കണ്ടില്ലേ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് നമ്മുടെ ബാറ്റർ റെഡിയാക്കാം. മാക്സിമം കൈകൊണ്ട് തന്നെ കുഴയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ തരിയെല്ലാം കട്ടയെല്ലാം ഉടച്ചെടുത്ത് നല്ല അടിപൊളി ബാറ്റർ റെഡിയാക്കാൻ പറ്റും. ഒത്തിരി തിക്കും ആവരുത്, എന്നാൽ ഒത്തിരി ലൂസും ആവാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഈ സമയം ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിക്കുക. നന്നായിട്ട് തിളച്ചിട്ട് മാത്രം നമ്മുടെ കായ ബാറ്ററി മുക്കിയിട്ട് ഇടുക. എണ്ണ തിളയ്ക്കാൻ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കായ ഇട്ട് കൊടുക്കുക. ബാറ്ററി മുക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഒത്തിരി ഇടേണ്ട ആവശ്യമില്ല. ഫ്രീ ആയിട്ട് കിടക്കത്തക്ക രീതിയിൽ 2 3 ഇട്ടാൽ മതി. എന്നാൽ നമുക്ക് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് പാകത്തിൽ എത്തിക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ടൊന്ന് മൂക്കും വരെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. ഈ ഒരു ബ്രൗണിഷ് കളർ വരും വരെ നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇടണം. ഒത്തിരി കരിയാൻ പാടില്ല, ഒത്തിരി മൂത്ത് പോകരുത്, നന്നായിട്ട് ടേസ്റ്റ് മാറും. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് എടുക്കുക. ഉള്ളിലെ കായയും കൂടി വേഗം ശ്രദ്ധിക്കുക. കായും കൂടെ വെന്താലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. നമുക്കിനി അടുത്തതും കൂടി ഇതുപോലെ പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബജി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. വളരെ ഈസിയാണ്. നമ്മുടെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 5 10 മിനിറ്റിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.